മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വി.ഡി. സതീശൻ ബി.ജെ.പിക്ക് കൈയടിച്ചിരിക്കുന്നു. ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാര്, പ്രത്യേകിച്ച് UDF-ലേക്ക് അധികാരത്തിലേക്ക് എത്തിച്ച ജമാഅത്തെ ഇസ്ലാമി, മുസ്ലിം ലീഗ്, ഇവരൊക്കെ എങ്ങനെയാണ് സഹിക്കുക? ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംഖ്യയാക്കാൻ മത്സരിക്കുന്നവർ വിജയിപ്പിച്ച മുഖ്യമന്ത്രി ബി.ജെ.പിക്ക് കൈയടിച്ചിരിക്കുന്നു. എന്തിനാണ് കൈയടിച്ചത് എന്നുള്ളത് ഞാൻ ആദ്യം ഇവിടെ കൊടുക്കാം. അതിനുശേഷം മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് എന്നും മുന്നോട്ട് വെക്കാം. ആദ്യം തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഇക്കണോമിക് സ്ഥിതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അതൊരു നിസ്സാര കാര്യമല്ല. അതിൽ ഇന്ന് ഈ ധവളപത്രം റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സഭയിൽ ഒരു ചർച്ച നടക്കണം. സർക്കാരിൻ്റെ രീതി എന്താണ്, പുതിയ തന്ത്രം എന്താണ്, കേരളത്തിൻ്റെ ഇക്കണോമിക് മോഡൽ എന്താണെന്ന് ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് മാത്രമേ നമുക്ക് ഭാവിയിൽ എന്ത് വികസനം ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഈ ധവളപത്രം ബഡ്ജറ്റിൻ്റെ സമയത്ത് ഒരു നല്ല ചർച്ച നടത്തണം. എന്നാൽ മാത്രമേ ജനങ്ങൾക്കൊരു വിശ്വാസം വരുള്ളൂ, വികസനം ഇവിടെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു. സർ, എനിക്ക് സമയം ഒരു അര മിനിറ്റ് കൂടി തരണം. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. 30% തൊഴിലില്ലായ്മ. ഇതിന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്, അവസരങ്ങൾ കൊണ്ടുവരും, തൊഴിൽ സൃഷ്ടിക്കും എന്ന് പറയുന്നുണ്ട്. അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യമൊന്നുമല്ല. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ആധുനീകരണം കൊണ്ടുവരണം. അതുമാത്രമല്ല, നമ്മുടെ ക്യാമ്പസസ്, കോളേജ് ക്യാമ്പസസ് ഒരു അറിവും കുട്ടികളുടെ ഒരു സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന കേന്ദ്രങ്ങളാക്കി മാറണം. കഴിഞ്ഞ 9 കൊല്ലം 500 ക്യാമ്പസ് വയലൻസ് കേസസാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ക്യാമ്പസസ് രാഷ്ട്രീയ ആക്രമണവും ലഹരി കേന്ദ്രങ്ങളായിട്ട് മാറരുത്. ക്യാമ്പസസ് എല്ലാം, കോളേജ് ക്യാമ്പസ് എല്ലാം, നമ്മളെ കോളേജ് ക്യാമ്പസ് യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന, പഠിക്കുന്ന, അവരുടെ സ്വപ്നങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന കേന്ദ്രങ്ങളാക്കി മാറ്റണം. അത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇത് സർക്കാരിൻ്റെ നിലപാടിൽ ഇത് ആഡ് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ കേട്ടില്ലേ? വെറും 2 മിനിറ്റാണ് BJP പ്രസിഡന്റിന് സഭയിൽ സംസാരിക്കാൻ ലഭിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെ സമയം സംസാരിച്ചാൽ മതിയോ? ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നേതാവ് എന്നുള്ളതൊക്കെ തന്നെ കേരള ജനത വരും കാലങ്ങളിൽ തീരുമാനിക്കട്ടെ. BJP പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് നയപ്രഖ്യാപന പ്രസംഗത്തെയൊക്കെ എതിർത്തത് തന്നെയാണ്. പക്ഷെ വികസനത്തെ അദ്ദേഹം ഏത് രീതിയിലും കൈയടിക്കുന്നുണ്ട്. അത് നരേന്ദ്രമോദിയെ കണ്ട് പഠിച്ചത് കൊണ്ടുള്ള ഗുണമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. BJP മമത സർക്കാർ ബംഗാൾ ഭരിക്കുമ്പോൾ പോലും മമത ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ പോലും BJP അനുകൂലിക്കാറുണ്ടായിരുന്നു എന്നുള്ളതും സകലരും തിരിച്ചറിയണം. എന്താണ് വി.ഡി. സതീശൻ കൈയടിച്ചു പറഞ്ഞത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ നയപ്രഖ്യാപന പ്രസംഗം കേട്ട് നിരാശ വന്നു. അങ്ങനെ നിരാശപ്പെടരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഇത് പ്രതീക്ഷ ഉണർത്തുന്ന ഒരു നയപ്രഖ്യാപനമാണ്. ഇനി BJP പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. നല്ലത് പറഞ്ഞെങ്കിൽ ഇപ്പം ആരുടെയെങ്കിലും പ്രകടന പത്രികയിൽ ഏതെങ്കിലും രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാനത് നോക്കിയിട്ടില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഇതിനകത്ത് സൂചിപ്പിച്ചത്. നിങ്ങൾ കേട്ടില്ലേ? കൈകൂപ്പിക്കൊണ്ടാണ് വി.ഡി. സതീശൻ BJP പ്രസിഡന്റിന് നന്ദി അർപ്പിച്ചിട്ടുള്ളത്. അത് ഈ സതീശനും കൂട്ടർക്കൊന്നും BJPയുടെ പൊളിറ്റിക്സ് എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നം. BJP രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഒരു വികസനത്തിനും ഒരു കാലത്തും എതിര് നിന്നിട്ടില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അവരുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ശത്രുവായിട്ട് നിൽക്കുന്ന മമതാ സർക്കാർ പോലും ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർ അതിന് കൈയടിച്ചിട്ടുണ്ട്. ഇതൊന്നും ഇവിടെയുള്ള ആളുകൾക്ക് തീരെ അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം. ഏതായാലും സതീശൻ പോലും BJPക്ക് കൈയടിച്ചിരിക്കുന്നു. അത് BJPയുടെ വളരെ വലിയൊരു വിജയമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത വിഷയം തന്നെയാണ്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ഭാരതീയ ജനതാ പാർട്ടി സഭയിൽ പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ട് 3 MLA-മാരും വളരെ വ്യക്തമായിട്ട് തന്നെ സതീശന്റെ നയപ്രഖ്യാപന പ്രസംഗത്തേക്ക്, ഈ പറയുന്ന UDF-ന്റെ നയപ്രഖ്യാപന പ്രസംഗത്തെ ശക്തമായിട്ട് എതിർത്തത് തന്നെയാണ്. പിന്നെ UDF-ഉം LDF-ഉം തമ്മിൽ അവര് കട്ടു ഇവര് കട്ടു എന്നുള്ളതിൽ ഇടങ്കോലിടലല്ലോ BJPയുടെ പണി എന്ന് പറയുന്നത്. BJP
ജനപ്രതിനിധികൾ അവിടെ എത്തിയിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനാണ്, നാടിന്റെ ഗുണത്തിന് വേണ്ടി സംസാരിക്കാനാണ്. അതവർ ഭംഗിയായിട്ട് പറയുന്നുമുണ്ട്. മറ്റൊരു കാര്യം അവർ എടുത്തു പറയുന്നത്, ഇടതും വലതും, കേരളം ഭരിക്കുന്ന ഇടതും വലതും കൂടിയാണ് കേരളം കട്ടമുടിച്ചത്. ബേബി ഗോപകുമാർ വളരെ വ്യക്തമായിട്ട് ആഞ്ഞടിച്ചതാണ്. സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ, കേരളം ഉണ്ടായ കാലം മുതൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതും വലതുമാണ്. ഇവർ രണ്ടുപേർക്കും പൊതുഖജനാവിൽ പൂച്ച വെറ്റുകിടക്കുന്നു എന്ന് പറയുന്നതിന് ഉത്തരവാദിത്തമുണ്ട്. അത് കേവലം 10 കൊല്ലം മാത്രം ഭരിച്ച ഈ പറയുന്ന LDF ഒന്നുമല്ല. ഇതെല്ലാവരും ഈ പറയുന്ന UDF ഉം LDF ഉം, LDF എന്താ പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അങ്ങനെയായിരുന്നോ എന്ന്, ഇപ്പൊ UDF എന്താ പറയുന്നത് LDF അങ്ങനെയാക്കിയോ എന്ന്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായിട്ട് എത്ര കാലമായിട്ട് കേരളം ഭരിച്ചു മുന്നോട്ട് പോകുന്നു. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എത്ര സുന്ദരമായിട്ടാണ് നാടിന്റെ നന്മക്ക് വേണ്ടി നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ സഭയിലെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പ്രതിപക്ഷത്തായിട്ടോ ഔദ്യോഗിക പ്രതിപക്ഷത്ത് പോലുമല്ല, എന്നിട്ട് പോലും BJP പ്രസിഡന്റ് സഭയിൽ വളരെ വ്യക്തമായിട്ട്, നിങ്ങൾ നാടിന് വേണ്ടി ഗുണം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ്, നിങ്ങൾ നാടിനെ കൊള്ളയടിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് എതിരെയാണ്. അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിലെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്ത് കേരള ജനതയോട് പറഞ്ഞത് വികസനമാണ്, വികസനമാണ്, വികസനമാണ് മുൻതൂക്കം എന്ന് കൃത്യമായിട്ട്. അതാണ് BJP ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് നിരന്തരം രാജീവ് ചന്ദ്രശേഖർ പ്രസംഗിച്ചത് വെറുതെയല്ല എന്നുള്ളത് സഭയിലൂടെ വ്യക്തമായിട്ട് കേരള ജനത ഒന്നടങ്കം തിരിച്ചറിയാ. ഞങ്ങൾക്ക് മതമാണ് 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 എന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. ആ നിലപാടുമായിട്ട് അത് വിളിച്ചു പറഞ്ഞവര് ഇപ്പൊ UDF മന്ത്രിസഭയിൽ മന്ത്രിയാണ്. അതെത്ര അപകടമാണ്. അത് ഞങ്ങളുടെ നിലപാടല്ല. ഞങ്ങൾക്ക് വികസനമാണ്, വികസനമാണ്, വികസനമാണ് പ്രധാനമെന്ന് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലുടനീളം വിളിച്ചു പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ പോലും കൈയടിക്കുക. ഇത് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗിനും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കും SCPIക്കും പോപ്പുലർ ഫ്രണ്ടിനും ഒക്കെ എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക? SCPI ഒക്കെ സതീശനെ എതിർത്ത് നിൽക്കാനേ എന്നുള്ളൂ. പക്ഷേ കാസർകോട്ടെ UDF സ്ഥാനാർത്ഥി എന്താ പറഞ്ഞത്? മതേതരത്വമാണ് CPI. UDF ഇത്തവണ വിജയിച്ചിട്ടുള്ളത് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത് പോലെയാണ്. അതൊരു വ്യക്തമായിട്ടുള്ളൊരു വോട്ട് ബാങ്കിനെ റെഡിയാക്കിയിട്ട് അങ്ങ് വിജയിച്ചതാണ്. അല്ലാതെ മറ്റുള്ളവരുടെ വലിയ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഇവരുടെ വലിയ നേട്ടം കൊണ്ടോ ഒന്നുമല്ല. ഇവർ രണ്ടു കൂട്ടരും കൊള്ളയാണ് നമ്മുടെ കേരളത്തിൽ നടത്തിയത് എന്ന് നിരന്തരം കേരള നിയമസഭയിൽ 3 BJP MLA-മാരും പറയുന്നുണ്ട്. അത് വരും നാളുകളിൽ കേരള ജനത കൃത്യമായിട്ട് തിരിച്ചറിയുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.